1910-ലോ 5-ലോ ഒക്കെ നമുക്ക് അമേരിക്കൻ സിവിൽ വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകളുണ്ടല്ലോ. ദി ബർത്ത് ഓഫ് എ നേഷൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്ലോട്ട് ഇങ്ങനെയാണ് പോകുന്നത്. അമേരിക്കൻ സിവിൽ വാർ എങ്ങനെയാണ് രണ്ട് കുടുംബങ്ങളെ അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്തത്. അപ്പോൾ രണ്ട് കുടുംബങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു തെക്കൻ, ഒരു വടക്കൻ. ഈ തെക്കനും വടക്കനും എങ്ങനെയാണ് ഇതിലൂടെ കടന്നുപോയതെന്ന് പറയുന്ന ഒരു പ്ലോട്ടിലൂടെയാണ് അത് ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ വിമർശനം അതിന് പിന്നീട് വരുന്നതെന്ന് പറയുന്നത് അമേരിക്കയിലുള്ള കറുത്ത വംശജരെ എങ്ങനെയാണ് ഇതിൽ പോർട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചരിത്രം പറയുന്നു എന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങി, പക്ഷേ അത് നാഷണലിസത്തിന് വേണ്ടുന്ന രീതിയിലേക്ക് അതിൻ്റെ ഒരു പ്രൊപ്പഗൻഡ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു അജണ്ട അങ്ങനെ വെക്കുകയും അമേരിക്കയിൽ ജീവിക്കുന്ന അമേരിക്കക്കാരനും അമേരിക്കയിൽ ജീവിക്കുന്ന കറുത്തവനും തമ്മിലുള്ള വ്യത്യാസത്തെ കൃത്യമായി കാണിക്കുകയും ചെയ്യുന്നത് ഒരു പൊളിറ്റിക്കലി ചോദ്യം ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. ആ സംഭവം ഒരുപാട് കാലം അതിനെ ആ സിനിമയെ വിമർശനത്തിന് വിധേയമാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് അത്തരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇവിടെ കറുത്തവൻ്റെ ചരിത്രമാണോ അതോ അമേരിക്കക്കാരൻ്റെ ചരിത്രമാണോ ഈ സിനിമ മുന്നോട്ട് വെച്ചത് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാം ലോക മഹായുദ്ധകാലത്തിലേക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള വേർഷൻസ് ഓഫ് വാർ, അങ്ങനെ ഒരുപാട് കസബ്ലാങ്ക പോലെയുള്ള ഒരുപാട് സിനിമകൾ ജീവിതവും രാഷ്ട്രീയവും ജീവിതം എങ്ങനെയാണ് ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയത്, യുദ്ധം എങ്ങനെയാണ് മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചത് ഇല്ലെങ്കിൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന ചർച്ചകൾ നടത്തിയിട്ടുള്ള വിവിധ ഭാഷകളിലുള്ള ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് പറയാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് നാഷണലിസത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്താണ് അജണ്ട? നാഷണലിസം ആവാം, പൊളിറ്റിക്കൽ ഗ്രോത്ത് ആവാം, ഇല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള നറേറ്റീവ്സിനെ ക്രിയേറ്റ് ചെയ്യലാവാം. അപ്പോൾ ചരിത്ര സംഭവങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ ചരിത്ര സംഭവങ്ങളെ എടുത്തു എന്ന് പറയാൻ വേണ്ടി മാത്രം നമ്മൾ പറയുന്നത് ട്രൂ ഇവൻറ്റ്സ് ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ്. ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആണ്, ഇറ്റ് ഈസ് നോട്ട് ട്രൂ ഇവൻറ്റ്സ് എന്ന് പറയും. ഒരു കാര്യം കൂടി നമ്മൾ പൊതുവെ ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മൾ സാഹിത്യത്തിലൊക്കെ നമ്മൾ പറയാറുള്ളത്, ഫിക്ഷനെക്കുറിച്ച് അല്ലെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ചരിത്രത്തിൻ്റെ തീയതികളും പേരുകളും റിയൽ ആവുകയും കണ്ടൻറ്റ് ഫിക്ഷണൽ ആവുകയും ചെയ്യുന്നു. ഫിക്ഷണൽ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഔട്ട്പുട്ടുകളെ കുറിച്ച് പറയാറുള്ളത് അവിടുത്തെ തീയതികളും പേരുകളും, നേരത്തെ ജാനുവിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തീയതികളും പേരുകളും ഫിക്ഷണൽ ആവുകയും സംഭവങ്ങൾ റിയൽ ആവുകയും ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നൊരു തോട്ട് കൂടി ഉണ്ട് ഇവിടെ. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നാം ഒരു സമൂഹത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നാം ഇതാണ് ശരിയെന്ന്. ഒരു രാഷ്ട്രീയ ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് അത് ശരിയാവുന്നത്. അതേപോലെ തന്നെ അത് മറ്റൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുമ്പോൾ ഇതിനെ മൊത്തം നിരാകരിക്കാൻ പറ്റുന്ന രീതിയിലേക്കും ആകാം. പൊതുവെ ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത് സിനിമ ഷുഡ് ബി കൺസിഡേർഡ് ആസ് എൻ ആർട്ട്. അത് മേക്ക് ബിലീഫ് എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളെ കാണിക്കുന്ന സാഹിത്യമാവട്ടെ, സിനിമയാവട്ടെ, കലയാവട്ടെ, എന്തും കാഴ്ചക്കാരന്, പ്രേക്ഷകന് ആസ്വദിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്നതിനപ്പുറത്തേക്ക് വിശ്വസനീയമായ തരത്തിൽ നിന്നെ കഥയിലൂടെ കൊണ്ടുപോകാൻ പറ്റുകയും ഒരു സാഹചര്യത്തിൽ നിന്ന് മറ്റൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുകയും ചെയ്യുക എന്ന് പറയുന്നതാണ് കലയുടെ ധർമ്മമെങ്കിൽ ഇറ്റ് ഈസ് ഫിക്ഷണൽ. ആൻഡ് വി കൻ ജസ്റ്റ് കോൾ ഇറ്റ് എസ് കൈൻഡ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഫിലിംസ്. നമ്മളിപ്പോൾ പറയുമല്ലോ പ്രേത സിനിമകൾ എന്ന് പറയുന്നത് പോലെ, ഇല്ലെങ്കിൽ രാഷ്ട്രീയ സിനിമകൾ എന്ന് പറയുന്നത് പോലെ നമുക്ക് പേരിട്ട് വിളിക്കാമെന്നുള്ളതല്ലാതെ പ്രേതകഥയൊന്നും പ്രേതങ്ങളെക്കുറിച്ചുള്ള റിയൽ സ്റ്റോറി അല്ലല്ലോ. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. സിനിമ ഈസ് ഫിക്ഷൻ. സോ വി ഹാവ് ടു നോ ഹൗ ടു റീഡ് സിനിമ, ആർട്ട്, ലിറ്ററേച്ചർ എന്ന് പറയുന്ന സംഭവങ്ങൾ. കലയെ വായിക്കാൻ പഠിക്കുക, കല എന്താണ് പറയുന്നത് പഠിക്കുക, അത് കലയാണെന്ന് പഠിക്കാൻ പറ്റുക. അതിൽ ഞാൻ എവിടെ നിൽക്കുന്നു, ഞാൻ അല്ലാത്തത് എവിടെ നിൽക്കുന്നു എന്നതാണ്.